ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്തെ പുതിയ ജില്ലയെ പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. മഹാകുംഭമേള ജില്ല എന്നാണ് പുതിയ ജില്ലയുടെ പേര്. മഹാകുംഭമേള മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനമെന്ന് സർക്കാർ. 2025 ജനുവരിയിലാണ് മഹാകുംഭമേള ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ശരിയാണ്. ഗൗതം, ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തെ പുതിയ ജില്ലയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. KP 2025, അതായത് വരുന്ന വർഷം ജനുവരി മാസം 13 മുതൽ ഫെബ്രുവരിയിലെ അവസാന ആഴ്ച വരെയാണ് തീർത്ഥനഗരിയായ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കാൻ പോകുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് വേദിയാകുന്ന ആ ഒരു പ്രദേശത്തെ മുഴുവൻ ഇപ്പോൾ ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ. ഇതോടുകൂടി ഉത്തർപ്രദേശിലെ ആകെ ജില്ലകളുടെ എണ്ണം 76 ഉയർന്നിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പോപ്പുലേഷനുള്ള സംസ്ഥാനമായ UP യിൽ നിലവിലുള്ളത് 75 ജില്ലകളാണ്. എന്നാൽ ഇന്നിപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം 76ാമത്തെ ജില്ല, അതും മഹാകുംഭമേളയ്ക്ക് വേദിയാകുന്ന ആ ഒരു ഏരിയയെ മുഴുവൻ ഒരു ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് മഹാകുംഭമേള ജില്ല എന്ന് തന്നെയാണ് ഈ ജില്ലയ്ക്ക് പുതിയ നാമകരണവും നൽകിയിരിക്കുന്നത്. 67 വില്ലേജുകളും അതോടൊപ്പം തന്നെ 4 താലൂക്കുകളും അടങ്ങുന്നതാണ് പുതിയ ജില്ല എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇപ്പോഴത്തെ പ്രയാഗ്രാജ് എന്ന വളരെ വിശാലമായ പട്ടണം മുൻപ് പല അധിനിവേശങ്ങൾക്ക് ഇരയാകുകയും പിന്നീട് അലഹബാദ് എന്നൊക്കെ പേരുകളിൽ പല കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ട് ഏറ്റവും ഒടുവിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണകാലത്ത് അതിന് വീണ്ടും ഒരു ഹിന്ദു നാമകരണം നൽകി അങ്ങനെ വലിയ അധിനിവേശത്തിനൊക്കെ വേദിയാക്കപ്പെട്ട തീർത്ഥനഗരിയാണ് പ്രയാഗ്രാജ്. ആ പ്രയാഗ്രാജിൻ്റെ സവിശേഷത എന്നത് ഈ വരുന്ന വർഷം മഹാകുംഭമേള നടക്കുന്നു എന്നത് മാത്രമല്ല, കുംഭമേള നടക്കാറുള്ള നഗരങ്ങളിൽ ഒന്നാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴും അവിടെ അർദ്ധ കുംഭമേള നടക്കാറുണ്ട്. 12 വർഷം കൂടുമ്പോഴുള്ള മഹാകുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 76ാമത്തെ ജില്ലയായി ആ ഒരു പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാകുംഭമേള ജില്ല എന്ന പേരിൽ തന്നെ പുതിയൊരു ജില്ല തന്നെ കുംഭമേളയ്ക്കായി ഇപ്പോൾ UP സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.